വി.ഡി. സതീശിൻ്റെ തൂക്കേടി നല്ല ഒന്നാന്തരം തൂക്കേടി കാണുക, ആസ്വദിക്കുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞല്ലേ, വി.ഡി. സതീശ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്ററെ പിടിച്ചു കെട്ടുക അസാധ്യമാണെന്ന്. മീഡിയ ചോദിച്ചു. മീഡിയ ചോദിച്ചാർക്ക് വേണ്ടിയാണ്? പ്രതിപക്ഷത്തിന് വേണ്ടി വയറ് നിറച്ച് സതീശൻ കൊടുത്തു. നമുക്ക് ചോദ്യം വൈസ് കാണാം. ഒന്നാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായിട്ട് 10 കോടി രൂപയല്ലേ മാറ്റി വെച്ചുള്ളൂ, എന്ത് പറ്റി? കേട്ടോ. മതി, അത് മതി. കാരണം അതിൻ്റെ DPR ഉണ്ടാക്കണം. DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 10 കോടി രൂപ വെച്ചിരിക്കുന്നത്. DPR ഉണ്ടാക്കി വലിയൊരു ഇൻഷുറൻസ് സ്കീമാണത്, വലിയൊരു സ്കീം. ആ സ്കീം DPR രൂപപ്പെടുത്തി വരുമ്പോഴാണ് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് മനസ്സിലാകുന്നത്, സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കോൺട്രിബ്യൂഷൻ വേണോ. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഒന്നും കോൺട്രിബ്യൂഷൻ മേടിക്കണ്ട. പക്ഷേ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ആ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വന്നാൽ അയാൾക്ക് വേണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അപ്പോൾ കാറ്റഗറി നിശ്ചയിക്കും ഇൻഷുറൻസ് സ്കീമിൽ, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു DPR വേണം. ഇൻഷുറൻസ് കമ്പനികളുമായി സംസാരിക്കണം. അത് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഇൻഷുറൻസ് സ്കീമിന് പ്രാരംഭ ചെലവുകൾക്കാണ് 10 കോടി രൂപ മുടക്കിയത്. അപ്പോൾ കേട്ടല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി പറയാം. എത്ര കൃത്യമായിട്ടാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയെ പറ്റി പറയാം. ഇതാണ് ഞാൻ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റർ, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. ബഡ്ജറ്റ് തന്നെ നമുക്ക് കേട്ടിരിക്കാൻ എന്ത് സുഖമാണ്. എത്ര നേരമാണ് നമ്മൾ ഇരുന്ന് കാണുകയാണ്. ഇപ്പോൾ മീഡിയയ്ക്ക് കൊടുക്കുന്ന ഈ പറയുന്ന പ്രസ് കോൺഫറൻസുകൾ അതിമനോഹരമാണ്. എന്താണ് ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതി, അത് ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനാണ് 10 കോടി രൂപ മാറ്റി വെച്ചത്, ഏത് സാധാരണക്കാരനും മനസ്സിലാവും. അതാണ് ഒരു കമ്മ്യൂണിക്കേറ്ററുടെ മികവ്. ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും സ്മൂത്തായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം മീഡിയയുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ ഒന്നുമില്ല, ബബ്ബ ഇല്ല, തപ്പലില്ല, ഓടില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നുമില്ല, അടിച്ചു കൊടുക്കുക, പോവുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പ്ലാനിംഗ് ബോർഡിനെ നശിപ്പിക്കുമെന്ന് കേട്ടല്ലോ, അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിനെ മൊത്തം നശിപ്പിക്കാൻ പോവുകയാണെന്ന് കേട്ടല്ലോ. പ്രതിപക്ഷം അങ്ങനെ ആക്ഷേപിച്ചല്ലോ, എന്താണ് പറയാനുള്ളത്? കേട്ടോളൂ. ഒറ്റ വാചകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ ഘടനയിൽ കൂടി മാറ്റം വരുത്തി, കുറച്ചുകൂടി മാറ്റം വരുത്തി പ്ലാനിംഗ് ബോർഡിനെ ഒരു തിങ്ക് ടാങ്ക് ആക്കുന്നതാണ്. അതിന് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടോ? ഒരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടി അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടു പ്രിവെൻറ്റ് ദ ലീക്കേജ് ഫ്രം ദ ട്രഷറി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, മനസ്സിലായേ? ആ ജോലിയൊക്കെ കൂടി അവർക്ക് കൊടുക്കുന്നതാണ്. അത് അപ്പോഴേക്കും എന്താണ് മറ്റത് പിരിച്ചുവിടുകയെന്ന്, ഇത് പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുകയെന്ന് ഒരു വാചകമുണ്ട് അവിടെ. ഒരു വാചകം പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിടുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡിൻ്റെ ഇപ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഫങ്ഷൻസ് ഞങ്ങൾ മാറ്റുമെന്നുണ്ടോ? ഒന്നും കൂടി ബെറ്റർ ആക്കുമെന്ന് പറയാൻ പാടില്ലേ? അത് കേരളത്തിൻ്റെ ഇക്കോണമിയെ, ഫിനാൻസിനെ എല്ലാം ഐഡിയാസ് തരുന്ന ഒരു തിങ്ക് ടാങ്ക് ആക്കി അതിനെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തിങ്ക് ടാങ്കും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അടിമകളാണോ ഈ ക്ലീഷേ വാചകങ്ങൾ കേട്ട് കുറേ അടിമകളെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലീഷേ വാചകങ്ങൾ പറഞ്ഞ് കുറേ ലെഫ്റ്റ് ജാർഗൻസ് ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട ലെഫ്റ്റ് ജാർഗൻസ് പറഞ്ഞ് ക്ലീഷേ വന്ന വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗത്തിലും വർത്തമാനത്തിലും പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിനില്ല. കേട്ടല്ലോ. ഈ പറയുന്നതിൻ്റെ ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിനെ പറ്റിയുള്ള ഉത്തരം നിങ്ങൾ കേൾക്കണം. അതിനെ നവീകരിച്ച് പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഇതെല്ലാ ജനറേഷനും മനസ്സിലാവും. ജെൻസിക്ക് കണക്റ്റ് ആവുമോ? മനസ്സിലാവും. പ്രായമുള്ളവർക്ക് മനസ്സിലാവും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും. വിദ്യാഭ്യാസം അല്പം കുറഞ്ഞവർക്ക് മനസ്സിലാവും. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു സ്കില്ല് ആളുകളിലോട്ട് കൺവേ ചെയ്യുന്ന രീതി. ഓരോ ചോദ്യം വരുമ്പോഴും ആ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയും. നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ PM ശ്രീ പദ്ധതിയെ പറ്റിയുള്ള നിലപാടെന്താണ്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? വലിയ വിവാദമാണല്ലോ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. കേട്ടോളൂ. എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കിൽ? എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്, അതിനെയൊക്കെ വിമർശിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത് PM ശ്രീയിൽ? ആരാ ഒപ്പിട്ടത്? എൻ്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്. ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയറായിട്ടാണ് പറഞ്ഞത് മിനിങ്ങാന്ന്. മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെൻറ്റിൽ മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെൻ്റ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ചെയ്യുന്ന
ഈ എഗ്രിമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ, നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്മാറായിരുന്നില്ലേ? ഞാൻ അതും കൂടി പറഞ്ഞുതരാം. പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. പിന്മാറാനുള്ള ഒരു സംഭവവും ഇതിൻ്റെ അകത്തില്ല. പിന്മാറാൻ പറ്റില്ല ഇതിനകത്ത്. പിന്മാറാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ലിറ്ററസി വകുപ്പിനും മാത്രമേ ഉള്ളൂ. കേട്ടല്ലോ, PM ശ്രീയെ പറ്റി പറയുന്നത് കേട്ടോ. പിന്മാറാൻ സാധിക്കും. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് PM ശ്രീന്ന് പിന്മാറുന്നു പറയുന്നുണ്ട്. PM ശ്രീന്ന് പിന്മാറാൻ സാധിക്കാത്ത, അതായത് ഒരു കഥ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ വെളിയിലിറങ്ങാൻ പറ്റില്ലാത്ത ഓപ്ഷനുള്ള ഒരു പരിപാടിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. അതായത് ആളുകളോട് പറയുകയാണ്, PM ശ്രീയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ്. PM ശ്രീയെ പറ്റി ഇപ്പോൾ പിന്മാറണം, PM ശ്രീ അജണ്ടയാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ. അവർ ഭരിച്ചുകൊണ്ട സമയത്ത് അവരാരും അറിയാതെ കേട്ടോ, കൂട്ടത്തിലുള്ള CPI പോലും അറിയാതെ പോയി ഒപ്പിട്ട കേസാണ്. അപ്പോൾ അതിനെപ്പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് നിങ്ങൾ കേട്ടത്. അടുത്തത് ഈ പ്രതിപക്ഷ മീഡിയയും പറഞ്ഞാണ് സ്വർണ്ണ നികുതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതിനുള്ള മറുപടി നിങ്ങൾ കേട്ടോളൂ. ഞാൻ സ്വർണ്ണ നികുതി വർദ്ധിപ്പിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേൾക്ക്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വരുന്ന സ്വർണ്ണ വ്യാപാരത്തിൻ്റെ നികുതി കിട്ടുന്നില്ല. സമാന്തരമായി ഒരു സ്വർണ്ണ വ്യാപാരം നടക്കുന്നു. അത് എൻ്റെ വകുപ്പിൻ്റെ ജോലിയാണ്, ധനകാര്യ വകുപ്പിൻ്റെ ജോലിയാണ്. അത് നല്ല ടാക്സ് ഡ്രൈവ് നടത്തി ഈ സ്വർണത്തിൻ്റെ അകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരിക. അതിപ്പോൾ നടത്തുന്ന വ്യാപാരികളല്ല, അതിന് സമാന്തരമായി ഇപ്പോഴത്തെ വ്യാപാരികളുടെ വരെ ബിസിനസ് കുറയുകയാണ്. കാരണം ടാക്സ് ഇല്ലാതെ ബിസിനസ് നടത്തുകയാണ്, സമാന്തര വ്യവസായം നടക്കുകയാണ്. ആ സമാന്തര വ്യവസായത്തെ ഞങ്ങൾ നേരിട്ട്, അത് GST വകുപ്പിൻ്റെ, ഞങ്ങളുടെ ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയാണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സംശയം എന്താ? ഒരു സംശയവും വേണ്ട. ഇത് ഈ സ്വർണ്ണത്തിൻ്റെ നികുതി കൂട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള മറുപടിയാണ്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്വർണ്ണ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നിലവിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്വർണ്ണ വ്യാപാരികളല്ലാതെ പുറകിൽ കൂടെ കച്ചവടം നടത്തുന്ന ആൾക്കാർ, പുറകിൽ കൂടെ കച്ചവടം നടത്തുന്ന ആൾക്കാർ, പുറകിൽ കൂടെ എന്ന് VS പറയുന്ന പോലെ. അപ്പോൾ ആ പുറകിൽ കൂടെയുള്ള കച്ചവടം നിർത്താനായിട്ടുള്ള പരിപാടിയാണ് ഈ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അല്ല സ്വർണ്ണത്തിൻ്റെ നികുതി കൂട്ടുമെന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, VD സതീഷിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേറ്ററാണ് എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ. അതായത് മീഡിയ ആയാലും അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആയാലും പോയി ഒരു പോയിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ അത്രമേൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ അത്രമേൽ സ്ട്രോങ് അല്ലേ കുഴപ്പമെന്ന് പറയുന്നത്, നിങ്ങൾ ഇടുന്ന സാധനം പുള്ളി വന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി കഴിയുമ്പോൾ തീർന്നു. പുള്ളി ഒരു ഓപ്പൺ ഡിബേറ്റിന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയിരുന്നാൽ തീർന്നു. ഇത് അനുഭവിച്ച ആൾക്കാരാണ് തോമസ് ഐസക് അടക്കമുള്ള നേരത്തെ ആൾക്കാർ. അതുകൊണ്ടാണ് സതീശൻ്റെ ഏറ്റവും വലിയ ശക്തി, സതീഷ് ഒരു കമ്മ്യൂണിക്കേറ്ററാണ്, അയാളെ നിങ്ങൾ പേടിക്കണം.